കങ്കോ കണ്ടിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു? കങ്കോ നല്ല സിനിമയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ നടനെയാണ് ഇഷ്ടപ്പെട്ടത്, സൂര്യ. അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക പ്രയത്നമാണ് ഈ സിനിമയുടെ. എൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കങ്കോ ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. നമ്മുടെ സൂര്യ സാറിൻ്റെ ഒരു കംബാക്കാണ്. കഥാപാത്രം കങ്കു എന്ന ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്ത്, രണ്ട് തരം ക്യാരക്ടറാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഫൈറ്റും റൊമാൻസും എല്ലാം തന്നെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അടിച്ചു പൊളിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് വേഷങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രയത്നിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെ ബാലസാറിന്റെ അനിയനാണ് ഡയറക്ടർ ഇരിക്കുന്നത്, ശിവ. ഞാൻ ആദ്യം ബാലസാറിന്റെ അനിയൻ സൂര്യ എന്നാണ് പറഞ്ഞത്, തെറ്റിപ്പോയതാണ് എനിക്ക് സോഷ്യൽ മീഡിയ. വേറെ കാര്യം കൂടെ പറയട്ടെ, ഇതിനകത്ത് ബോബിഡിയോളം ഒരു വേഷം ചെയ്തിട്ടുണ്ട്, ഗുപ്ത സോൾജിയറൊക്കെ ചെയ്ത്. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ അന്ന് ഓഡിയോ കാസറ്റിൽ പാട്ട് കേട്ടിട്ടുണ്ട്, ഗുപ് ഗുപ് ഗുപ്താരേ ഗുപ്. അപ്പൊ അന്ന് ആരാധന തോന്നിയിരുന്നാണ്. എന്തായാലും ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട് സിനിമയ്ക്ക്. പലരും നെഗറ്റീവ് റിവ്യൂ പറയുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മൂത്രോണനൊക്കെ എന്തോ നെഗറ്റീവ് റിവ്യൂ പറയുന്നത് ഞാൻ കേട്ടു. അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല, അത് പുള്ളിയുടെ അഭിപ്രായം. പക്ഷെ എനിക്ക് അത്ര നെഗറ്റീവ് അടിപ്പിക്കുന്നില്ല, കണ്ടിരിക്കാൻ പറ്റും. എല്ലാരും ഉറങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. ഉറങ്ങിയൊന്നുമില്ല, നമ്മളെല്ലാരും കണ്ട സിനിമയാണ്. ഞാൻ പറയട്ടെ, ബോബിഡിയോൾ നല്ലൊരു വേഷമാണ് ചെയ്തത്. കാരണം അതുപോലെ സൂര്യ ബോബിഡിയോൾ കോംബോ അടിപൊളിയാണ്. പിന്നെ കാർത്തി സൂര്യ കോംബോ വരുന്നുണ്ട്, സെക്കൻഡ് വരുന്നുണ്ട് കങ്കുവയുടെ. ഇതിലെ കലാസംവിധാനം അടിപൊളിയാണ്. കലാസംവിധാനം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജൂനിയർ ഓരോരുത്തർക്കും നല്ല വേഷം ശിവസാർ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിച്ചിട്ടുണ്ട്. കുറെ പേരൊക്കെ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. സാധാരണ തമിഴ് സിനിമയിൽ അധികം ഫ്രെയിം കൊടുക്കത്തില്ല പലർക്കും, ചെറിയ ആർട്ടിസ്റ്റുകൾക്ക്. പക്ഷെ ഇതിൽ നല്ല രീതിയിൽ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാം വർക്കൗട്ടായി പോകുന്നുണ്ട്. എന്തുകൊണ്ടും എന്തായാലും കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടമായി. കാരണം എന്ന് വെച്ചാൽ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഞങ്ങൾ കണ്ടു. ഇത് വലിയ ഇതായിട്ടല്ല, സിനിമ കാണുന്നു, അടുത്ത പടം വരുന്നു. കങ്കുവ സിനിമയ്ക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റിംഗ് 5ൽ 4.5 ആണ് കൊടുക്കുന്നത്. അല്ല, നെഗറ്റീവ് പറയുന്നവരോട് പോസിറ്റീവായിട്ട് പറയാം, നല്ലൊരു സിനിമയാണ്. നല്ലൊരു സിനിമയാണ്. നെഗറ്റീവ് കേട്ടാലും സിനിമയ്ക്ക് പോകാണ്ടിരിക്കുന്നത്. എന്റെ അലിൻ ജോസ് പെരേര എന്ന രീതിയിലും ചിലവർ പറഞ്ഞാൽ എന്താണ് സ്റ്റോറി എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം പറയാം, അതായത് പണ്ടൊക്കെ പറയില്ലേ, കഴിഞ്ഞ ജന്മത്ത് ഞാൻ നിന്റെ ബാഹുബലി, പഴശ്ശിരാജ, അതൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ് അല്ലേ? അതൊക്കെ അങ്ങനത്തെ ഒരു കൾച്ചറിൽ കാണേണ്ട സിനിമയാണ്. ഒരു കാര്യം പറയട്ടെ പ്രേക്ഷകരോട്, ഇതിലെന്താണ് സ്റ്റോറി എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ജന്മത്ത് നീ എൻ്റെ അനിയനായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ചേട്ടനായിരുന്നു പറഞ്ഞ പോലെ, കഴിഞ്ഞ ജന്മത്ത് ആരായിരുന്നു ആ ഒരു ജന്മങ്ങൾ വീണ്ടും കാണുന്നതാണ് ഈ സ്റ്റോറി. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കങ്കുവ കാണാൻ സപ്പോർട്ട്. സൂര്യ സാറിനെ സപ്പോർട്ട് ചെയ്യും. അലിൻ ജോസ് പെരേര സപ്പോർട്ട് ഉണ്ട്, അഭിലാഷ് സപ്പോർട്ട്. സൂര്യയുടെ നല്ലൊരു മൂവിയാണ്. സൂര്യയുടെ നല്ലൊരു തിരിച്ചുവരവാണ്. കാരണം സിംഗമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സിംഗത്തിനൊക്കെ ശേഷം നല്ലൊരു തിരിച്ചുവരവാണ്. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, വർഷങ്ങളോളം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ സൂര്യ നല്ല രീതിയിൽ പ്രയത്നം ചെയ്താണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ഈ പടത്തില്, കങ്കുവയില്. അപ്പൊ നല്ല രീതിയിൽ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഫാമിലിയോടെ കാണുക, എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഗുഡ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. പോസിറ്റീവ് റെസ്പോൺസ് ആണ്. മിക്സഡ് റിവ്യൂ വരുന്നുണ്ട്, അതൊക്കെ കാണാണ്ട് സിനിമ സ്ഥലത്ത് ഇറക്കാണ്ടിരിക്കാൻ നല്ലൊരു മൂവി. ഓക്കെ, താങ്ക് യു.